അതിന്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നില്ലേ ഗോപ? ആക്സിഡന്റ്. എൻ്റെ ദൈവമേ, വൈകുന്നേരം വിളിച്ചിട്ടൊരു ഫോൺ കോള്, ദോഷിയുടെ വണ്ടി ആക്സിഡന്റ് ആയി. ലൈഫിൽ നമ്മള് ചില അടികൾ നമുക്ക് നല്ലതാ, ദൈവത്തിന് തോന്നി കാണും ചിലപ്പോൾ കുറച്ച് കുറച്ച് rest എടുക്കട്ടെ അല്ലേ? ACL LCL മെനിസ്കസ് എല്ലാം തവിട് പൊടിയായി. നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, ദൈവം വേറെ ഒന്നായിരിക്കും നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത പറയായിരിക്കുന്നത്. ഞാൻ മുതലേ പറയുന്നതാണ് എനിക്ക് ക്യാമറ പഠിക്കണമെന്ന്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, ക്യാമറയൊക്കെ തൂക്കിയിട്ട് നടന്നാൽ നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ എന്നാണ്. ഈ ക്യാമറ തൂക്കിയിട്ട് നടക്കണം എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ള ഒരാൾ വരിക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ഇപ്പൊ അന്ന് പറഞ്ഞ മമ്മി ഇപ്പൊ എന്തായിരിക്കും? അയ്യോ, ഇപ്പൊ ഭയങ്കര പ്രൗഡ് ഫീൽ ആണ്. ഈവൻ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ഒക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ വരുമെന്ന് ഇത് തുടങ്ങിയ സമയത്തൊന്നും ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് അല്ലേ, അത് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. നമ്മളൊരു കൊടുക്കുന്ന ക്വാളിറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇരുന്ന് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കി അത് ചെയ്തു തുടങ്ങി. അത് മറ്റുള്ളവരെ അറിയട്ടെ, അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും. ശരി, എന്നാൽ ഇവരുടെ അടുത്തൊന്ന് പോയി ഒന്ന് ഷൂട്ട് ചെയ്യാം, ഇവർ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. കോഴ്സ് ബിൽഡ് ചെയ്ത സമയത്ത് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, വീഡിയോ മാർക്കറ്റിംഗ് എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ കോഴ്സിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആളുകളുടെ പെയിൻ പോയിന്റ്സ് എടുത്തിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്ത ഒരാൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും ആ ക്ലാസ്. കാരണം അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് നമ്മളത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. സ്റ്റാർട്ട് ചെയ്ത് 1 മന്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയും നമ്മൾ ചെയ്തിട്ടില്ല. എനിക്ക് ആ 1 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, അത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ വിടാൻ പറ്റില്ലായിരുന്നു, കാരണം മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണമായിരുന്നു. അപ്പം എത്ര രൂപ എടുക്കാന്ന് ചോദിച്ചപ്പോ ബോബൻ എനിക്ക് തന്നത് ഒരു 100 രൂപയ്ക്ക് പോരെ എന്ന് ചോദിച്ചു. ദൈവമേ, ഇത് ഇനിയിപ്പോ ഇത് കുറച്ച് നാൾ കഴിയട്ടെ, ഇതിന്റെ റിസൾട്ട് വരാണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യം. ബോബൻ വന്നപ്പം ഇവിടെ എങ്ങനെയായിരുന്നു അവസ്ഥ? ഷൂട്ട് തകൃതി അടിച്ചു. ഞാൻ ബോബനോട് ബോബ എനിക്ക് ഫോൺ താഴെ വെക്കാൻ പറ്റുന്നില്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ ചെയ്യണം ബോബ. നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മളുടെ സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടാണ് നമ്മൾ ആ കോഴ്സ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിട്ടോ. അങ്ങനെ എത്ര പേര് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ട് പോകുന്ന ആൾക്കാർ നമ്മളോട് വിളിച്ച് കിട്ടുന്ന എന്താ പറയുക, അവർ പറയുന്ന ഒരു മറുപടിയാണ് നമുക്കിവിടെ കിട്ടുന്ന ബാക്കി എന്തിനേക്കാളും നമുക്ക് അല്ലേ. നമ്മുടെ പാലാരിവട്ടം എടപ്പള്ളി വൈറ്റില ബൈപ്പാസ് റോഡിന്റെ സൈഡിൽ നെക്സ്റ്റ് ഒരു ഷോറൂം ഉണ്ട്. അതിന്റെ നേരെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്നത്. അല്ല, അത്രയും സെൻട്രലിൽ നമുക്കൊരു റൂം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എറണാകുളം പാലാരിവട്ടത്തിന്റെ ഒരു പ്രൈം ലൊക്കേഷനിൽ നമുക്ക് ഇത്രയും കാമായിട്ടൊരു ഏരിയ കിട്ടുക എന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരാൻ പറ്റുന്ന രീതിയിൽ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസ്. ഒരു 3-4 വർക്കിന് നമ്മൾ ഒന്നിച്ച് വർക്കിന് പോയി. അതേ സമയത്ത് ഞാൻ ദോഷിയോട് പറഞ്ഞു, ദോഷി ഇതിനേക്കാളും കുറച്ചും കൂടെ ദോഷിക്ക് നല്ലത് ദോഷി അല്ലാതെ ഒരു ദോഷിയുടെ മേഖലയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാനൊന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു 3-4 മാസം പിന്നെ നമ്മൾ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നൊരു 2-2.5 മാസം കഴിഞ്ഞപ്പോൾ ദോഷിയുടെ ഒരു കോള് വന്നു. ബോബ, എനിക്ക് വർക്കൊക്കെ ആയി, ഞാൻ വർക്കൊക്കെ ചെയ്തു തുടങ്ങി, കുറേ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഒരു അംശവടി ആ സമയത്തേക്ക് ജോയിൻ ചെയ്ത് തുടങ്ങി അല്ലേ, ജിഷ്ണു? ജിഷ്ണു കാരണം ഇവിടെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഒന്ന് ബോബൻ, ഒന്ന് ഞാൻ, ഈ മോൻ. അവനാകെ ഇങ്ങനെ മന്ത്രടിച്ചിരിക്കുന്നത് എന്തൊരു ഇടപാടാണല്ലേ പോഡ്കാസ്റ്റിന്റെ ഇടയ്ക്കല്ലേ. താങ്ക് യു ജിഷ്ണു ഫോർ യുവർ സർവീസ്. പോഡ്കാസ്റ്റ് എത്ര വ്യൂവേഴ്സ് കാണുന്നതാണ് ബോബന്റെ ഒരു ഇത്? നമുക്കൊരു 1 മില്യൺ കാണണ്ടേ? 1 മില്യണിലേക്ക് എത്തിക്കണം. നമ്മുടെ ആഗ്രഹം, നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആഗ്രഹിക്കണം. ശരി, ഓക്കെ. ഹായ്, എല്ലാവർക്കും DMFൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യമായിട്ടാണ് ശരിക്കും ഒരു പോഡ്കാസ്റ്റൊക്കെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് പോഡ്കാസ്റ്റ് എടുത്ത് ക്യാമറയുടെ പുറകിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ക്യാമറയുടെ മുമ്പിലൊരു പോഡ്കാസ്റ്റിലേക്ക് വരുന്ന ആദ്യമായിട്ടാണ്. അതുപോലെ ഇന്ന് പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ലൈഫിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളെയാണ്. ശരിക്കും ഒരു ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ഒരു ബ്രദറിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറയാനാണ്. ബോബ, വെൽക്കം ടു DMF പോഡ്കാസ്റ്റ്. താങ്ക് യു. ബോബ, നമ്മൾ പരിചയപ്പെട്ട കഥ എങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എല്ലാ ബ്രാൻഡുകളും ഒരു ബ്രാൻഡായി മാറിയതിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം. അതെ, നമ്മൾ പരിചയപ്പെട്ട സ്റ്റോറി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു
ഒരു 1.5 വർഷം മുമ്പ് അല്ലേ, 1.5 വർഷം മുമ്പാണ് ഏകദേശം നമ്മൾ പരിചയപ്പെട്ടത്. അത് വളരെ യാദൃശ്ചികമായിട്ടുള്ളൊരു പരിചയപ്പെടലായിരുന്നു. ഒരിക്കലും നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിച്ചൊരു ദിവസമല്ല നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നത് ലൂമിക്സിൻ്റെ ഒരു ക്യാമറയുടെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ദോഷിനെ കാണുന്നത്. അതും ലൂമിക്സിൻ്റെ വർക്ക്ഷോപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ശരിക്കും ഒരു ക്യാമറയൊക്കെ IT ഫീൽഡിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് പാഷൻ്റെ പുറകെ പോയി നമ്മൾ പല സ്ട്രഗിൾസും ഓവർകം ചെയ്ത് വലിയ ക്യാമറ എക്യുപ്മെൻറ്റ്സൊക്കെ എടുത്ത് അതും ലോണൊക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് പിടിക്കാനുള്ള ഒരു തത്രപ്പാടിൽ. അപ്പം ഞാൻ സിനിമാറ്റോഗ്രാഫി പഠിച്ചത് വിഫ്റ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. സജി ബാബു സാറാണ് എന്നെ സിനിമാറ്റോഗ്രാഫി പഠിപ്പിച്ചത്. അതെ, സാറാണ് എന്നെ ഈ പറയുന്ന പോലെ പല ലൂമിക്സിൻ്റെ വർക്ക്ഷോപ്സിലൊക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സാർ എനിക്ക് അതിന് വേണ്ട ഗൈഡ് ലൈൻസും അതുപോലെ അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിട്ടത്. അപ്പോൾ ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരാളല്ലായിരുന്നു. പിന്നെ സാറുമായിട്ടുള്ളൊരു പരിചയം വെച്ചിട്ട് സാറൊന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ വന്നതാണ്. അപ്പോൾ അന്നങ്ങനെ വന്ന് ഫസ്റ്റിൽ ദോഷിനെ കണ്ടു. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ദോഷി ക്യാമറ എടുത്ത് നിൽക്കുന്ന സമയമാണ്. ദോഷിക്ക് ഒരു വർക്കിൻ്റെ ഞാൻ ആ സമയത്ത് വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വെഡ്ഡിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് സംസാരിച്ചു. ഞാൻ സിനിമാറ്റോഗ്രാഫി കഴിഞ്ഞ് ഒരു സിനിമ കഴിഞ്ഞു, പക്ഷേ വെഡ്ഡിങ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ദോഷിക്ക് ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ദോഷി വെഡ്ഡിങ്ങിലേക്ക് വന്നത്. അതെ, നമ്മൾ ക്യാമറ എടുത്തിട്ട് നമുക്ക് അറിയില്ല, ആ സമയത്ത് അധികം ലേഡീസ് ഈ ഫീൽഡിലേക്ക് വരാത്തൊരു സമയമാണ്. ദോഷി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറച്ച് പേരെ എടുത്ത് ട്രൈ ചെയ്തു എന്ന് തോന്നുന്നു. അന്നേരം ആ സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ ബോബ, നമ്മൾ നല്ലൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലി കളഞ്ഞിട്ട് വരുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ അതുപോലെ പ്രഷറുണ്ട്. പക്ഷെ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ട് മുഴുവൻ വേറൊരു കോഴ്സിലേക്ക് സ്പെൻഡ് ചെയ്യുന്നു. ആ കോഴ്സിലേക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും എക്യുപ്മെന്റ്സ് വാങ്ങണമെങ്കിൽ നമ്മളുടെ കയ്യിൽ എമൗണ്ട് ഇല്ല. അപ്പൊ നമ്മൾ ലോൺ എടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പം നമ്മൾ സിനിമ ചെയ്യാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സിനിമ ചെയ്യാൻ പഠിച്ചു എന്നല്ല, സിനിമയുടെ ഒരു ഭാഗമാവാനേ നമ്മൾ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഇനിയും കിടക്കുകയാണ് പിന്നെ കടൽ പോലെ പഠിക്കാൻ. അപ്പം ഒരു എക്യുപ്മെന്റ് എടുത്ത് നമുക്ക് എന്ത് വർക്ക് ചെയ്യാം ചിന്തിക്കുന്ന ഒരാൾക്ക് ആദ്യം തോന്നുക ഈ പറയുന്ന പോലെ വെഡിങ് ആണ്. പക്ഷെ ആരും ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നത്. ശരിക്കും നമ്മുടെ ഒരു ആദ്യമായിട്ട് നമ്മൾ കാണുന്ന അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു 3-4 വർക്കിന് നമ്മൾ ഒന്നിച്ച് വർക്കിന് പോയി. അത് ആ സമയത്ത് ഞാൻ ദോഷിയോട് പറഞ്ഞു, ദോഷി ഇതിനേക്കാളും കുറച്ചും കൂടെ ദോഷിക്ക് നല്ലത് ദോഷി അല്ലാതെ ഒരു ദോഷിയുടെ മേഖലയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാനൊന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു 3-4 മാസം പിന്നെ നമ്മൾ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 2-2.5 മാസം കഴിഞ്ഞപ്പോൾ ദോഷിയുടെ ഒരു കോൾ വന്നു. ബോബ, എനിക്ക് വർക്കൊക്കെ ആയി, ഞാൻ വർക്കൊക്കെ ചെയ്തു തുടങ്ങി, കുറേ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ശരിക്കും ഈ പറയുന്ന പോലെ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളത് എനിക്ക് ഭയങ്കര IT സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ബോവൻ ഈ പറയുന്ന പോലെ വെഡ്ഡിങ് എനിക്ക് അങ്ങ് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അല്ല, അത് വേറൊരു പാറ്റേൺ ആണ്. നമുക്കത് പെട്ടെന്നാവില്ല. ഇവൻ തന്നെ ഞാനിപ്പോൾ 25 വർഷത്തോളമായി ഈ ഫീൽഡിൽ വന്നിട്ട്. പക്ഷെ ഞാനതിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് വെഡ്ഡിങ്ങാണ്. ഫ്രീലാൻസ് ആയിട്ട് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വെഡ്ഡിങ്ങിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. കാരണം നമുക്ക് ഫിനാൻഷ്യലി കുറച്ചുകൂടെ സേഫ് ആയിരുന്നു. പിന്നെ വീടുമായിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്ത് നിൽക്കുക, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അതിൽ നിന്നത്. വർക്കില്ലാത്ത സമയങ്ങളിലാണ് ഞാൻ അല്ലാതുള്ള ഔട്ട്സൈഡ് വർക്കുകൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു ലോങ് ജേർണിയാണ്. വെഡ്ഡിങ്ങിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് കുറേ നാളത്തെ ഒരു ഇത് വന്നാലേ നമ്മൾ അതുമായിട്ടൊന്ന് കണക്റ്റഡ് ആവുള്ളൂ. അത് വേറൊരു പാറ്റേൺ വർക്കാണ്. പക്ഷേ അപ്പം അപ്പോൾ ആ ദോഷീൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് വർക്കായെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ദോഷിയോട് പറഞ്ഞു, അപ്പോൾ അത് തന്നെ മതി ദോഷിയുടെ ഫീൽഡിലേക്ക്. കാരണം ദോഷി ഉദ്ദേശിച്ച ഒരു മേഖലയിലേക്ക് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു പേര് ദോഷി ഇപ്പോൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. DMF എന്നുള്ളൊരു കാര്യം അന്നും ദോഷി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഇല്ലേ എന്നോട് പറഞ്ഞു. വെഡ്ഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വെഡ്ഡിങ് അങ്ങ് പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, പക്ഷേ ഇനി എന്താ ചെയ്യുക? ക്യാമറ എടുത്ത് സിനിമ ചെയ്യാൻ അത് ഇഷ്ടമാണ്. അതായത് ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു സിനിമയെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ 3 സിനിമയിൽ അസിസ്റ്റ് ചെയ്തു സിനിമാറ്റോഗ്രാഫറായിട്ട്. എങ്കിൽ പോലും പിന്നെ എന്ത് ചെയ്യും, ഈ ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ആണല്ലോ അല്ലേ? ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഇൻകം വേണ്ടേ നമ്മളുടെ ഫാമിലിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതും ദോഷിയുടെ അടുത്ത് പറഞ്ഞു. കാരണം അത്ര നല്ലൊരു ജോലി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്നും ദോഷിയോട് പറഞ്ഞു,
എല്ലാവരും അങ്ങനെ ഇതാക്കി പറയും, അങ്ങനെ വിചാരിക്കണ്ട. കാരണം നമുക്ക് അത്രയും നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ട് അത് കളഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. ഇവളെന്തിനായിരിക്കും ഇത്രയും നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് കളഞ്ഞത്, ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവർക്ക് സ്വാഭാവികമായിട്ട് വരും. ആ ഒരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പക്ഷേ ദോഷിയോട് ആദ്യം കണ്ടപ്പോൾ തന്നെ തോന്നിച്ചു കഴിഞ്ഞാൽ ദോഷിക്ക് ഇതിനോടുള്ളൊരു പാഷൻ നമുക്ക് മനസ്സിലായി. മീൻസ് അതിനോടുള്ള അത്രയും താല്പര്യം ഉള്ളത് കൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ ഇവിടുന്ന് 10-40 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് അവിടെ വന്നൊരു വർക്കിനൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് ഫുള്ള് വഴക്കോട്ടും ഒക്കെ ഇട്ടിട്ട് 10-40 കിലോമീറ്റർ ദൂരമൊക്കെ വർക്കിന്. അപ്പം ഞാൻ ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ടാണ്. അല്ലെങ്കിൽ പഠിച്ചൊരു തൊഴിൽ എപ്പോഴും അവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് മാറിപ്പോവായിരുന്നു. മാറിപ്പോവായിരുന്നു. എന്നിട്ടും അതിനെ വിട്ടിട്ട് ഇതിൽ നിൽക്കണമെങ്കിൽ അത്രയേറെ അതിനോടൊരു താല്പര്യം ഉള്ളത് ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കമ്പനീസിനെ, എനിക്ക് സെയിൽസിലായിരുന്നു ഞാൻ പ്രീവിയസ്ലി IT വർക്ക് ചെയ്തത്. അപ്പോൾ ഒരുപാട് കമ്പനീസിനെ അപ്രോച്ച് ചെയ്ത് അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അതിൻ്റെ സാധ്യത എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കണക്ഷൻസ് ഒരു 3-4 മാസം കൊണ്ട് ബിൽഡ് ചെയ്തു. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, ഇതൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തുകൂടെ. അങ്ങനെയാണ് DMF വരുന്നത്. അതിനുശേഷമായിരിക്കും അപ്പോൾ ഞാൻ വിളിച്ചത്. എന്നോട് പറയുമ്പോൾ എന്തായാലും ഞാൻ ഇത് ഓർക്കുന്നുണ്ട്. DMF എൻ്റെ ഒരു ഡ്രീം ആണെന്ന് പറഞ്ഞ് എന്നോട് പറയുന്നത് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വന്നത് പറയാല്ലേ, നമ്മുടെ റൂട്ടിലേക്ക് വന്നത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു, നമ്മളുടെ ഫാമിലിനെ പറ്റിയിട്ട്. ശരിക്കും ബോബനെ എനിക്ക് കുറച്ചുകൂടി ഭയങ്കര അറ്റാച്ച്ഡ് ആവാൻ കാരണം ഒരുപക്ഷെ ബോബന്റെ ഫാമിലിയും കൂടെ അതിനൊരു റീസൺ ആണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് ബോബന്റെ അടുത്ത് വർക്കിന് വരുന്ന സമയത്ത് അന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ബോബൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്റെ വീട്ടിലെയും ഒരു ശീലമാണത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഒരു ദിവസം രാവിലെ എങ്ങാനും അത് പറയാണ്ട് പോയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞാൻ അങ്ങനെ പോവാറില്ല. മുറ്റത്ത് ഇറങ്ങിയാൽ പോലും അത് തിരിച്ചു കയറിയോ നമുക്ക് അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് മൊത്തം ഒരു പ്രശ്നമാണ്. അതൊരു ശീലമാണ്, പണ്ടുമായിട്ടുള്ളൊരു ശീലം. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. കാരണം എൻ്റെ വീട്ടിലും അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ബോബൻ്റെ അമ്മയോട് പറഞ്ഞു ഇറങ്ങാൻ നേരത്ത്, വൈഫിനോട് പറഞ്ഞു, പിള്ളേരെയൊക്കെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ തിരക്ക് പിടിച്ച ഈ സമയത്ത് പലർക്കും ഇതിനൊന്നും സമയം കിട്ടാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചെയ്യുന്നവരുണ്ട്. അപ്പം അതെനിക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്തു. പിന്നെ നമ്മളെ ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കാറില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ തമ്മിൽ ഒരു 10-15 പ്രാവശ്യം മൊത്തം വിളിച്ചിട്ടുണ്ടാവുള്ളൂ. ബോബൻ ഈ പറയുന്ന പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബോബൻ ഞാൻ ഈ തിരക്കിപ്പെട്ട് ഞാൻ ഫുള്ളി പിന്നെ ബിസി ആയി. അതെ ഞാനും അങ്ങനെ. പിന്നെ നമ്മളങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ദോഷിക്ക് വർക്കായി കഴിഞ്ഞ് ദോഷി എന്നെ ഒരു പ്രാവശ്യം കണ്ടാണ് വിളിക്കുന്നത്. അന്നേരമാണ് ഈ DMFന്റെ കാര്യം എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തോളം, പിന്നെ 1-2 മാസത്തോളം പിന്നെയും ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിന് ശേഷം പിന്നെ വന്നൊരു വിളിയിലാണ് നമ്മുടെ ട്രെയിനിങ് പോയിന്റ് ആയിട്ട് നമ്മൾ വേറൊരു അല്ല അതൊരു എന്താ പറയണേ, കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് പുറത്ത് ഒരുപാട് വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ കുറേ ആഡുകൾക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പുറത്ത് പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളം ബേസ് ചെയ്തൊക്കെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു സ്റ്റുഡിയോയിൽ പോയി ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പം ആ സ്റ്റുഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സ്റ്റുഡിയോയിൽ അവർ വൈകുന്നേരം വരെയുള്ള റെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വെഡ്ഡിങ്ങിൽ ഇത്രയും വർഷം ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് വേറെ എവിടെയെങ്കിലും ഒരു ബിസിനസ് എന്ന് ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് ബിസിനസ് അത്ര വശമുള്ള ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്താലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമുക്കറിയാം. നമുക്ക് അറിയാവുന്നൊരു പണി ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാമറ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയിൽ തന്നെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ അതിൽ തന്നെ അവസാനം വരെ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ഇതുപോലൊരു സ്റ്റുഡിയോ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നല്ലതായിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരുമെന്നൊരു തോട്ട് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതെങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങും, എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ പല സ്ഥലത്ത്, ഈവൻ ഞങ്ങളുടെ നാട്ടിൽ കൂടെ തന്നെ ഞാനിങ്ങനെ പല റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അതൊക്കെ ഇങ്ങനെ മനസ്സിലിരിക്കുന്ന സമയത്താണ് വെറുതെ ദോഷിനെ ഒന്ന് വിളിച്ചതിനിടയ്ക്ക് മീൻസ് ഞാൻ പോയി കണ്ടു. അപ്പം നമുക്ക് അന്നേരം ചിന്തിക്കുന്നത് അവിടെ വർക്ക് വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നുമല്ല. നമുക്കിത് എവിടെയെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങണം, എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൻ്റെ ഒരു ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ചൊന്നും നമ്മൾ അത്രയും എന്താ പറയുക അത്രയും നീട്ടി നമ്മൾ ചിന്തിക്കുന്നില്ല. സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിക്ക് അടുത്ത് ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെയല്ല, അതിനോട് ചേർന്ന്
ചേർന്നുള്ളൊരു ടൗണിലാണ് നമ്മൾ ബിൽഡിംഗ് ഒക്കെ പോയി നോക്കിയത്. അപ്പോൾ അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ റേറ്റൊക്കെ വെച്ച് നോക്കിയപ്പോഴും ഞാൻ ഓർത്തു ഇത്രയും കോസ്റ്റൊക്കെ വരുമോ എന്നൊക്കെ ഓർത്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈവൻ നമുക്കും വലിയൊരു ഫണ്ടൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഫണ്ടിങ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ദോഷിനെ വെറുതെ യാദൃശ്ചികമായിട്ട് വിളിച്ചു. നമ്മൾ വെറുതെ വർത്തമാനം പറഞ്ഞതിനിടയ്ക്ക് ഞാൻ പറഞ്ഞതാണ് എനിക്കിങ്ങനെ സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടി ഒരു പ്ലാനുണ്ട്, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം തിരിച്ച് അതേ റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. ആണ് ബോബന് തുടങ്ങാൻ പ്ലാനുണ്ടോ? ഞാനിതെൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിട്ട് വെച്ചിരിക്കുന്നൊരു പ്ലാനാണെന്ന് ദോഷി തിരിച്ചു പറയുന്നത്. ഗോള് ഞാൻ എഴുതാറുണ്ട്. ഗോൾ എഴുതുന്ന ശീലം കുറച്ച് ഈ പറയുന്ന പോലെ ക്യാമറയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് എന്ത് അച്ചീവ് ചെയ്യണം, അങ്ങനെയുള്ള അച്ചീവ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ എഴുതി വെച്ചിരുന്നതാണ് അടുത്ത ജാനുവരി 2025 ആകുമ്പോഴേക്കും എനിക്കൊരു സ്റ്റുഡിയോ ചെയ്യണം. കാരണം ഈ ബിസിനസ് ഓണേഴ്സിന് ഫുൾ അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ അവരുടെ പ്ലേസിലേക്ക് പോയാണ് എടുത്തു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ പെയിൻ പോയിൻറ്റ്സും അവരുടെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 100-ന് മേലെ ആളുകളുമായിട്ട് ഞാൻ ഡയറക്റ്റ് 1-to-1 കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും വീഡിയോ ചെയ്യുന്ന പോയിൻറ്റ്സിൽ പല സ്ട്രഗിൾസും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് മനസ്സിലാക്കിയപ്പോഴാണ് ഓക്കെ അവർക്കൊരു സ്റ്റുഡിയോ തുടങ്ങിയ ഒരു അഫോർഡബിൾ, കാരണം നമ്മളൊരു ഫ്രീലാൻസ് ആയിട്ട് ഒരു വീഡിയോഗ്രാഫറിനെ വിളിക്കുന്ന സമയത്ത് ഒരു ബേസിക് ഇപ്പം നമുക്കറിയാലോ, ഒരു എക്സ്പോസിങ്ങിന് ഒരു വീഡിയോഗ്രാഫർ വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് ഒബ്വിയസ്ലി ഒരു നല്ല വീഡിയോഗ്രാഫർ അപ്പം ഇവരെ സംബന്ധിച്ച് ഒരു ദിവസത്തേക്ക് 8,000 റുപ്പീസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹ്യൂജ് ആവശ്യമില്ല, കുറച്ച് മണിക്കൂറുകളായിരിക്കും ആവശ്യം. അപ്പം അങ്ങനെയുള്ളവരുടെ കുറേ പെയിൻ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവർലി ബേസിൽ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഗോള് ഞാൻ എഴുതി വെച്ചത്. ശരിക്കും അന്നത്തെ ബോബൻ്റെ ആ കോളെന്ന് പറയുന്നത് എൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എന്നെ കുറച്ചും കൂടി എളുപ്പത്തിൽ എത്തിച്ചേർക്കുന്ന ഒരു കോളായിരുന്നു. അല്ല, അത് ശരിക്കും പറഞ്ഞാല് ദോഷിയുടെ മൈൻഡിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഇതായിപ്പോയി. അപ്പൊ പെട്ടെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി, എന്നാ പിന്നെ നമുക്ക് ഒന്നിച്ച് ചെയ്താലോ എന്നുള്ളതാണ് ഞാൻ അടുത്തത് ചോദിച്ചത്. അല്ലേ? അപ്പൊ തന്നെ നമ്മൾ ചോദിച്ചു, ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് സംസാരിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ വേണ്ട ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഫീലിലാണ് നമ്മൾ അന്ന് സംസാരിച്ചത്. കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ അത്രയ്ക്ക് വലിയൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മൾ വളരെ കുറച്ച് ഫോൺ കോളിൽ കൂടെ മാത്രം സംസാരിച്ചൊരു 3-4 പ്രാവശ്യം നേരിട്ട് കണ്ട് ആ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ടൈം തൊട്ട് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഏജ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം എന്നെ പറയുന്നത് ഒരു ഡ്രീം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രീം പോലെ തന്നെ പറയാം. കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഫാസ്റ്റായിട്ട് ഇതെല്ലാം നടക്കും. കാരണം നമ്മൾ പ്ലാൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ രാവിലെ ഇറങ്ങി നമ്മൾ റൂം കാണാൻ വേണ്ടിയിട്ട് പോയി. എവിടെയാണ് നമുക്ക് പറ്റുന്നൊരു സ്ഥലം ഓർത്തുകൊണ്ട് നമ്മൾ ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു സ്പേസ് ഒക്കെ നോക്കി വെച്ചു. അത് ആദ്യമേ ഇവിടെ കാണിച്ചു. അത് കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് കൊള്ളത്തില്ല, ഇത് കണ്ടിട്ട് എനിക്കൊരു ലുക്ക് തോന്നണില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഒടുക്കം നമ്മൾ അവിടെ തന്നെയാണ് ഏറ്റവും അവസാനം നമ്മൾ അവിടെ തന്നെ വന്നു. അവിടെ തന്നെയാണ്. പക്ഷെ നമ്മളത് എന്താ പറയുന്നത്, അതൊരു ഭയങ്കര ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണാം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇതുപോലൊരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത്, കാരണം ഇത് എറണാകുളത്തിൻ്റെ ടൗൺ ആണെന്ന് വെച്ചാൽ ഒരു ഹൃദയഭാഗത്തിരിക്കുന്നു. എന്നാൽ ടൗണിൽ നിന്നുള്ള എല്ലാ തിരക്കുകളും മാറി ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറി ടൗണിലേക്കാണ്. എന്നാൽ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് ഇത് കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു സ്റ്റുഡിയോ വീഡിയോ പ്രൊഡക്ഷൻ ആണ്. അതെ അതെ. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ട് സ്റ്റുഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാലാരിവട്ടം എടപ്പള്ളി വൈറ്റില ബൈപ്പാസ് റോഡിൻ്റെ സൈഡിൽ നെക്സ്റ്റ് സൈഡ് ഒരു ഷോറൂം ഉണ്ട്. അതിൻ്റെ നേരെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്നത്. അല്ല, അത്രയും സെൻട്രലിൽ നമുക്കൊരു റൂം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എറണാകുളം പാലാരിവട്ടത്തിന്റെ ഒരു പ്രൈം ലൊക്കേഷനിൽ നമുക്ക് ഇത്രയും കാമായിട്ടൊരു ഏരിയ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസ്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്കൊരു റൂം നല്ലത് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ശരിയാ, മിക്ക സ്റ്റുഡിയോകളും പറയുന്ന പോലെ അപ്സ്റ്റെയർ ആണ്. നമുക്ക് നമ്മുടെ ഇവിടെ വരുന്ന മിക്കവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓ എന്ത് സുഖാണ്, വണ്ടിയെ വന്നിറങ്ങി നേരെ സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് കയറുന്നു. അല്ല, അത് വലിയൊരു കാര്യം, വേറൊരു ലോകമാണ്. അതെ അതെ. ഓവൻ അത് ഓർക്കണ്ടോ, നമ്മൾ ആദ്യം സ്റ്റുഡിയോ കാണാൻ പോയത് അങ്ങ് തൃപ്പോടിലായിരുന്നു, ഉള്ളില്. അപ്പൊ ഞാൻ ആ സമയത്ത് വേണോന്ന് ചോദിച്ചതാണ്. പക്ഷെ എനിക്ക് ആ സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് എറണാകുളത്ത് പോയി റൂം എടുക്കണമെങ്കിൽ നല്ല പൈസ ആവൂലേ.
ശരിക്കും ഒരു പ്രൈം ലൊക്കേഷൻ എന്ന് പറയുന്നത് ബിസിനസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയെങ്കിൽ തന്നെ, പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഒരു ഈ സ്ഥലത്ത് വന്ന് തുടങ്ങിയതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി. ഇവൻ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ഞാൻ അന്ന് ചിന്തിക്കുമ്പോൾ ഇച്ചിരി ഉള്ളിലോട്ടായാലും കുഴപ്പമില്ലല്ലോ, ആൾക്കാർ റെന്റ് ഇത്തിരിയുടെ കുറഞ്ഞു കിട്ടും, ആൾക്കാർക്ക് സ്റ്റുഡിയോ ഇല്ലേ, ആൾക്കാർ അങ്ങോട്ട് വന്നോളൂല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളൊരു സെൻറ്ററിൽ ഇരിക്കുന്നതിൻ്റെ ഒരു എന്താണ്, ആൾക്കാർക്ക് വരാനായിട്ടും ഏത് സമയത്ത് പാതിരാത്രിക്കാണെങ്കിൽ പോലും അവർക്ക് വന്നിട്ട് അവരുടെ ടൈമിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്നു. ശരിക്കും അല്ലേ? ശരിക്കും ബോബൻ്റെ ഫാമിലീനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. സ്റ്റുഡിയോയുടെ ഓപ്പണിംഗ് സമയത്ത് ആൾക്കിവിടെ ഉണ്ടാവാൻ പറ്റിയില്ല. ശരിക്കും ക്യാമറ എടുത്ത് നമ്മളുടെ വീട്ടിലാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്, വീട്ടുകാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു മാരീഡ് ലൈഫിലേക്ക്, പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ചൊരു മാരീഡ് ലൈഫിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പാർട്ട്ണറുടെ ഒപ്പീനിയൻ ഇപ്പം പല ടൈപ്പിലുള്ള ആളുകളുണ്ട്. ചിലവർക്ക് വൈഫിനെ ജോലിക്ക് വിടുന്നത് ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് ഈ പറയുന്ന പോലെ പഠിച്ച് ജോലി തന്നെ ചെയ്യണം, പുതിയതായിട്ട് വേറൊരു കോഴ്സ് പഠിക്കാൻ ഒരു ഫൈനാൻഷ്യലി നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും വേറൊരു കോഴ്സ് പഠിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല. ശരിക്കും എനിക്ക് പറയണം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത പറയായിരിക്കുന്നത്. നിതിൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. ആൾ ഈ പറയുന്ന പോലെ ആൾ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങളുടെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഞങ്ങളെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് പറയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈവൻ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സൊക്കെ പഠിച്ചിട്ട് അത് വിട്ട് ക്യാമറ എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയുടെ ഒക്കെ ആദ്യത്തെ പണ്ട് ഞാനത്തെ മുതലേ പറയുന്നതാണ് എനിക്ക് ക്യാമറ പഠിക്കണമെന്ന്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, ക്യാമറയൊക്കെ തൂക്കിയിട്ട് നടന്നാൽ നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ എന്നാണ്. അപ്പോൾ ഓക്കെ, പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ക്യാമറ തൂക്കിയിട്ട് നടക്കണം എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ വരിക എന്ന് പറയുന്നത് ഒരനുഗ്രഹമാണ്. ആളാണ് ശരിക്കും ഈ ഷീൽഡൊക്കെ നിൽക്കുന്ന പോലെ ഫാമിലി ഇങ്ങനെ അമ്പ ചെയ്യുന്ന സമയത്ത് മുമ്പിൽ വന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിന്നത്. പല രാത്രികൾ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മോനാണ് കേട്ടോ ഡോഷീനെ ചീത്തയാക്കണേ, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ആള് തിരിച്ചു പറയും, അമ്മ അതൊരാളുടെ ആഗ്രഹമല്ലേ. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം അച്ചായൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്, അച്ചായൻ അമ്മേനെ ഉപദേശിച്ചിട്ടുണ്ട്. അമ്മ അതൊരാളുടെ ആഗ്രഹമല്ലേ, ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല, അപ്പം ആൾക്ക് ഇഷ്ടമുള്ളത് ആൾ ചെയ്യട്ടെ. മോനെ ഇതിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇൻകം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, മോൻ എന്താ ഈ പറയണേ, ഒരു കൊച്ചുണ്ട്, മോൻ അവിടെ, ഡോഷി ഇവിടെ, ഇങ്ങനെ നിന്നാ മതിയോ? അല്ല, അവർ ശരിക്കും ദോഷി ഇപ്പം അത് ഞാൻ പറയട്ടെ, ഏതൊരു ബിസിനസ്സിലാണെങ്കിലും ഇപ്പം നമ്മൾ സേഫ് സോണിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് വേറൊരു ഇതിലേക്ക് ചേഞ്ച് ആകുമ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിനെ നോക്കി കാണുന്ന ഒരു മെയിനായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. അല്ലേ? ഇത് സേഫായിട്ട് ഉള്ളൊരു നല്ലൊരു ജോലി ചെയ്യുന്നുണ്ടല്ലോ, എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറുന്നത് എന്ന് ചിന്തിക്കുള്ളൂ. പിന്നെ അതിൽ പോയി സക്സസ് ആവുമോ ഇതിനെക്കുറിച്ചൊക്കെ അവർ ബോധമായിട്ടായിരിക്കും. അപ്പോൾ അതായി കഴിയുമ്പോഴായിരിക്കും ഇപ്പൊ അന്ന് പറഞ്ഞ മമ്മി ഇപ്പൊ എന്തായിരിക്കും ഭയങ്കര പ്രൗഡ് ഫീൽ ആണ്. അതാ ഞാൻ പറഞ്ഞു. അപ്പം ആദ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഈവൻ നമ്മൾ മമ്മിനെ കാണാൻ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മമ്മി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവിടെ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, മോനെ ഇത് എങ്ങനെയാ, അവൾ എന്തിനാ അത് മാറ്റിയത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ കുഴപ്പമില്ല, പക്ഷെ ഞാനങ്ങനെ മമ്മിയോട് പറയാറില്ല. പക്ഷെ എന്തായാലും മമ്മി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം മമ്മിയിൽ വന്നിരിക്കുന്ന മമ്മി അല്ലേ, മമ്മി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിനൊക്കെ നമ്മൾ ശരിക്കും താങ്ക്ഫുൾ ആയിരിക്കേണ്ടത് നമ്മളുടെ ഫാമിലിയോടാണ്. തീർച്ചയായിട്ടും അല്ല, ഹസ്ബൻഡിന് അത്രയും വലിയ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം. കാരണം എല്ലായിടത്തും ഒന്നും ചിലപ്പോൾ ഇങ്ങനെ, അതും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഇത്ര നല്ലൊരു സാലറി കിട്ടുന്ന ഒരു ജോലിയിൽ നിന്ന് ദോഷി പെട്ടെന്ന് പിന്മാറിയിട്ട് ഒന്നുമല്ലാത്തൊരു രീതിയിലോട്ട് പോയി ഇത് എന്നാവും എപ്പോ ആവും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെയാണ് ബോബന്റെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്. ബോബന്റെ കല്യാണ സമയത്ത് ബോബൻ സൗദിയിലാണ്, ഞാനതാ പറഞ്ഞത്, ഞാൻ 2 വർഷം സൗദി അറേബ്യയിൽ പോയെങ്കിലും എന്നെ കല്യാണം കഴിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് സൗദി അറേബ്യക്ക് വിട്ടത്. പക്ഷെ ഞാൻ സൗദി അറേബ്യ ചെന്ന് അന്ന് തന്നെ തീരുമാനിച്ചു ഞാൻ 2 വർഷം നിൽക്കുള്ളൂ, തിരിച്ചു പോരും. എല്ലാ ക്യാമറ പ്രേമികളുടെയും ഒരു പ്രശ്നമാണ്. അത് ഞാനൊന്ന് സൗദി അറേബ്യയിൽ പോകുമ്പോഴും എൻ്റെ മൈൻഡിൽ എങ്ങനെയെങ്കിലും അവിടെ എവിടെയെങ്കിലും ക്യാമറയുടെ എന്തെങ്കിലും ഒരു പരിപാടി കണ്ടുപിടിച്ച് അവിടെ കൂടണം എന്നൊക്കെയുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. അവിടെ ചെന്നിറങ്ങിയപ്പോൾ അറിയേണ്ട സൗദി അറേബ്യയിൽ ഈ സംഭവത്തിന് ഇങ്ങനെ യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരു ഏരിയയാണ്. കാരണം ഞാൻ അന്ന് പോകുന്ന സമയത്ത് 2009 ഞാൻ പോകുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ കുറേ കൂടെ ഫ്രീഡം ഇഷ്ടംപോലെ ആൾക്കാർ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെന്ന് ഞാൻ 6 മാസമായപ്പോൾ തന്നെ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിൽ പോരും. കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചോളൂ, കുഴപ്പമില്ല, ഗൾഫിലാണെന്ന് പറഞ്ഞാൽ ആലോചിക്കണ്ടേ, ഞാൻ നാട്ടിൽ പോരും എന്നുള്ള കാര്യം തീർത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കല്യാണത്തിലേക്ക് വരുന്നത്. അപ്പം വൈഫിനെ സംബന്ധിച്ച് നാട്ടിൽ എന്തെങ്കിലും പരിപാടിയുള്ള ഒരാൾ ആണെങ്കിൽ മാത്രം കല്യാണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിൽക്കുന്ന സമയമായിരുന്നു.
അങ്ങനെയാണ് ഈ കല്യാണത്തിലേക്ക് വരുന്നത്. അപ്പം ഞാൻ നിർത്തി പോരുവാണെന്നുള്ളതിൻ്റെ ഉറപ്പിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. പക്ഷേ ബ്രില്ലേനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്ത ഒരു സമയത്ത് കല്യാണം കഴിക്കുന്നു. ജോലി നിർത്തി പോരുവാണല്ലോ. എനിക്ക് തോന്നല്ലേ നടക്കുന്നത്. അത് അവള് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവള് പറഞ്ഞതിന്റെ ആ ഒരു ഉറപ്പിലാണ് ആ കല്യാണം നടക്കുന്നത്. വൈഫിനെ സംബന്ധിച്ച് ഇപ്പോഴും അവൾക്ക് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു ക്യാമറമാനാണ് എന്ന് പറയുന്നതാണ് അവൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അല്ല, ബിസിനസ്മാൻ. അത് അതിനപ്പുറം ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ക്യാമറമാൻ ആണെന്ന് പറയുന്നതാണ് അവള് ഹാപ്പിയാണ്. അത് അവള് പ്രൗഡായിട്ടാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഭയങ്കര നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് വേണേൽ പറയാം, അല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അതെ അതെ അതെ. നമ്മൾ സ്റ്റുഡിയോ തുടങ്ങി. നമ്മൾ വലിയ ആഘോഷമായിട്ടൊന്നും അല്ല നടത്തിയത്. നമ്മൾ സ്റ്റുഡിയോ തുടങ്ങിയപ്പോഴത്തെ നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കുറച്ച് റീൽസ്, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന രീതിയിലൊരു ഷൂട്ടിംഗ് ഫ്ലോർ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു നമ്മുടെ മൈൻഡിൽ ആദ്യം ഉണ്ടായിരുന്നു. പറഞ്ഞ ഓർമ്മയുണ്ട്, കൂടുതൽ നമുക്ക് റെന്റിനാണ് സ്റ്റുഡിയോ സ്പേസ് പോകേണ്ടത്. അല്ല, എൻ്റെ മൈൻഡിൽ അങ്ങനെയേ ഉള്ളൂ. നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റണം, പക്ഷേ നമുക്ക് പ്രൊഡക്ഷൻ ഉടനെ കിട്ടത്തില്ല. എന്നാലും നമുക്ക് ആദ്യം റെൻ്റ് ഔട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് പതുക്കെ പ്രൊഡക്ഷനിലേക്ക് വരാം. എന്നാലും നമ്മുടെ മനസ്സിലുള്ള സാധനം ഈ റീൽസുകൾ എടുക്കാം. അപ്പോൾ ഇത് വരും, നമ്മൾ സ്റ്റുഡിയോ തുടങ്ങി ഓട്ടോമാറ്റിക്കലി വർക്ക് വരും എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അതിന് മാർക്കറ്റിങ്ങിലേക്ക് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് കണക്ക്. ശരിക്കും ഈ ബിസിനസ് ഓണേഴ്സൊക്കെ ഇന്ന് ഇപ്പൊ ബോവന് ഏകദേശം ഒരു ഐഡിയ ആയില്ലേ ബിസിനസ് ഓണേഴ്സ് എത്രത്തോളം എമൗണ്ട് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. ശരിക്കും ഇത് പറയാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. അതായത് നമ്മൾ ക്ലാബ് ബോർഡ് തുടങ്ങി നമ്മളുടെ സ്റ്റുഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഉടനെ ബോബന് വർക്കിന് പോകേണ്ടി വന്നു. അപ്പം ഞാൻ ബോബനോട് വർക്കിന് പോണേൻ്റെ തലേ ദിവസം ഞാൻ ചോദിച്ചു, ബോബ നമുക്കൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ചു, ബോബ നമുക്ക് പെർ ഡേ നമുക്ക് എത്ര എമൗണ്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം? അപ്പോൾ എൻ്റെ മൈൻഡിലെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപയൊക്കെ ഇടണം, എന്നാലാണ്. അപ്പോൾ ബോബൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മാർക്കറ്റിങ്ങിനൊക്കെ എന്തിനാണ് നമുക്ക് മാക്സിമം നമ്മുടെ പബ്ലിസിറ്റി കൊടുത്ത നമ്മുടെ നെറ്റ്വർക്കിലുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് അങ്ങോട്ട് സംസാരിക്കണം, അപ്പൊ നമുക്ക് വർക്ക് വരും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ. കാരണം നമ്മൾ അന്നേരം ചിന്തിക്കുന്നത് കുറെ കോണ്ടാക്ട് ഉണ്ടല്ലോ. ഇവൻ നമ്മൾ ഇത്ര എനിക്കും കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അവരോട് വിളിച്ചു പറയും നമ്മളിങ്ങനെ സ്റ്റുഡിയോ അപ്പൊ അങ്ങനെ വർക്ക് വരും. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഇത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? കാരണം ഞാൻ ഈ പഠിച്ചത് 4 വർഷം മാർക്കറ്റിംഗ് ആണ് ചെയ്ത. സോഫ്റ്റ്വെയറിന്റെ സെയിൽസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണ്. ഇന്റർനാഷണൽ കമ്പനീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ആ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ എനിക്ക് ഇവിടെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ബോബൻ മൗത്ത് പബ്ലിസിറ്റിനെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല സത്യമായിട്ട്. ഞാനത് നമുക്ക് അറിയില്ലാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയണല്ലോ. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ ഓർക്കുന്നത് ഇത് കൂടുതലും കണക്ഷൻ വഴിയാണ് വർക്ക്. കാരണം ഇതൊരു എന്താ പറയുക, മീഡിയ വേറൊരു സെക്ഷൻ ആണല്ലോ. വെഡ്ഡിങ് പോലെ അല്ല, അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ പരസ്യങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ കുറേ ആൾക്കാരാണ് ചെയ്യുന്നത്. നമ്മുടെ പരിചയത്തിൽ ഇപ്പോൾ നമ്മൾ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വർക്കുകളെല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്കുള്ള ഒരു ക്ലയൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ബോബനോട് ഇപ്പോൾ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പോയാൽ എന്തായാലും ബോബൻ്റെ തലയിലൊന്നും കയറില്ല. കാരണം നാളെ ബോബൻ പോവാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു, ബാക്കി അതിൻ്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നില്ലേ ബോബ, നമ്മൾ പറയാൻ വിട്ടുപോയില്ലേ? എന്റെ ദൈവമേ, ട്വിസ്റ്റ് ആയി പോയി. അയ്യോ, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുമ്പോൾ ഈവൻ സ്റ്റുഡിയോയുടെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അഡ്വാൻസ് കൊടുത്തു. പക്ഷെ പുള്ളി നമുക്ക് താക്കോല് തന്നായിരുന്നല്ലോ. ഓൾറെഡി നമ്മളിവിടെ പണികളും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നു. വൈകുന്നേരം വിളിച്ചിട്ടൊരു ഫോൺ കോള്, ദോഷിയുടെ വണ്ടി ആക്സിഡന്റ് ആയി. അപ്പോഴേ ഇങ്ങനെ നമ്മളൊരു വെട്ടിയളിച്ച് വീണ പോലത്തെ അവസ്ഥ. ഇത് എന്താ ചെയ്യുക? ഒന്നാമത് നമ്മളിത് എങ്ങനെ എത്തിക്കും എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഇല്ലാണ്ട് നിൽക്കുക. ലൈഫിൽ നമ്മൾ ചില അടികൾ നമുക്ക് നല്ലതാണ്. ആ സമയത്ത് ക്യാമറ എടുത്തതിന് ശേഷം എൻ്റെ ഉറക്കമൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണ്. ആത്മാർത്ഥമായിട്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാനും അവരുടെ ബ്രാൻഡിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ
അധികം ഒന്നും ഉറങ്ങാൻ നമുക്ക് പറ്റിയിട്ടില്ല, അധികം റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുൾ ടൈം ഇതിന് വല്ലാത്ത റെസ്റ്റ് എടുക്കലായിരുന്നു. അതൊരു വല്ലാത്ത, അപ്പൊ ദൈവത്തിന് തോന്നി കാണും ചിലപ്പോ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ ചെറിയ നല്ല രീതിക്ക് പണി കിട്ടി. എനിക്ക് പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി, ഒരു കാറ് വന്ന് പുറകില് ഹിറ്റ് ചെയ്തു. അങ്ങനെ ACL LCL മെനിസ്കസ് എല്ലാം തവിട് പൊടിയായി. കുറച്ച് നാള് ബെഡ് റെസ്റ്റിലേക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയുടെ നമ്മളൊരു ആദ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ദോഷി വാക്കറയില് അന്ന് ഞാൻ പറഞ്ഞതാ നമ്മൾ ഉടനെ ഒരു വീഡിയോ ചെയ്യും, നമ്മൾ പരിചയപ്പെട്ടതിന്റെ ഒരു കഥ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊല്ലായി. അതിനിപ്പോഴാണ് സമയം കിട്ടിയത്. അല്ല, അത് നല്ലതിനായിരിക്കും. കാരണം DMF ഈ ഒരു റേഞ്ചിലോട്ട് വളർന്നിട്ട് അല്ലേ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ശരിക്കും നമുക്ക് വേറൊരു കൺഫ്യൂഷനും കൂടി ഉണ്ടായിരുന്നു. നമ്മളുടെ കമ്പനി, അപ്പം ഞാൻ ബോബനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് DMFന് വേണ്ടിയിട്ടാണ്. വേറൊരു കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ എനിക്ക് അത്രയും താല്പര്യമില്ല. പക്ഷേ ബോബൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ പ്രൊഡക്ഷൻ മുഴുവൻ നമുക്ക് നമ്മളുടെ ക്ലാബ് ബോർഡിൽ നടത്താം. രണ്ടും നമ്മുടെ കമ്പനി തന്നെയാണ്. DMF ആണെങ്കിലും അതിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഒരു കോഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ DMFൽ കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം രണ്ട് പേരിൽ നടത്തുന്നു എന്ന് മാത്രം. അപ്പോൾ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് അന്ന് അതിലേക്ക് കംബാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ബോബന്, അപ്പം ഞാൻ കുറച്ച് നാൾ റെസ്റ്റ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് പണികൾ നടക്കുന്നു. നമ്മളുമായിട്ട് ഫോണിൽ കൂടെ ഉണ്ടെങ്കിലും നമ്മളുടെ ഈ പണി നടക്കുന്ന തിരക്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബോബന് പോകേണ്ട സമയമായി. പക്ഷെ അപ്പൊ ബോബനെ എനിക്ക് അങ്ങനെ വിടാൻ പറ്റില്ലായിരുന്നു, കാരണം മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബോബനോട് ചോദിക്കുന്നത്, ബോബ അപ്പൊ നമുക്ക് അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, ബോബ അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര സ്പെൻഡ് ചെയ്യാം? അപ്പം എൻ്റെ മൈൻഡിലെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 500 രൂപയാണല്ലോ. അപ്പോൾ മോൻ പറഞ്ഞു ആദ്യം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞു. അല്ല, എന്നാലും നമുക്കൊരു മാസം എന്ന് പറഞ്ഞൊരു എമൗണ്ട് ബോവൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ, കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ ചെയ്യണം പോവാ. എന്നാലാണ് നമുക്കൊരു കമ്പനീനെ ചുറ്റുവട്ടത്തുള്ളവരെ മാത്രമല്ല പല ആളുകളും മൊബൈലിലാണ് ഇന്ന് എല്ലാവരും. ദോഷി എന്നോട് എനിക്ക് തോന്നുന്നു അത് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ ചെറിയ ഡൗട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 1 മന്ത് നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ സ്റ്റുഡിയോ തുറക്കുന്നു അടയ്ക്കുന്നു എന്നുള്ളതല്ലാണ്ട് നമ്മളിവിടെ വേറെ വലിയ കാര്യമായ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തത് പണി കിട്ടിയോ, സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഇല്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരോട് നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റുഡിയോ തുടങ്ങിയെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ 1 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, അത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇത് 1 മാസമായിട്ടും കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോഴത്തേക്കും പണി പാളിയോ, അത് വർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഈവൻ നമ്മൾ ആദ്യം പറഞ്ഞെന്താ, ഒരു 6 മാസത്തേക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മാർക്കറ്റിംഗ് ചെയ്ത് വരുന്നതിന് ഒരു 6 മാസം സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ദോഷി ഇത് പറയുമ്പോൾ ഞാൻ പിന്നെ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്, ഇത് വേണമായിരിക്കും. പക്ഷെ എന്നാലും ഇത് എത്രത്തോളം വേണം ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴും നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു വരുമാനത്തിനെ വെച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയും പൈസ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ? അപ്പം എത്ര രൂപ എടുക്കാന്ന് ചോദിച്ചപ്പോ ബോബൻ എനിക്ക് തന്നത് ഒരു 100 രൂപയൊക്കെ പോരെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മനസ്സിൽ, ദൈവമേ ഇത് ഇനിയിപ്പോ ഇത് കുറച്ച് നാൾ കഴിയട്ടെ, ഇതിന്റെ റിസൾട്ട് വരാണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്താന്ന് ശരി 100 രൂപ, ഞാൻ 500 രൂപയും പറഞ്ഞ് വന്നിട്ട് ബോബൻ എന്നെ 100 രൂപയിലെ ഓക്കെ ശരി എന്നാൽ 100 രൂപ അഡ്വർടൈസ്മെന്റിന് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് എത്തിച്ചു. പക്ഷെ 100 രൂപ നമുക്കൊരു തുടക്കമായിരുന്നു. അതെ, 100 രൂപ തുടക്കമായിരുന്നു. ശരിക്കും അഡ്വർടൈസ്മെന്റ് അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമുക്ക് ക്ലാബ് ബോർഡിന്റെ പേജൊക്കെ അപ്രൂവൽ എടുത്ത് വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും, നമ്മളുടെ പേപ്പേഴ്സും അപ്പം നമുക്ക് ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് മുഴുവൻ പോയത് DMFന്റെ പേജിൽ കൂടെ തന്നെയാണ്. ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പൊ ബോവന്റെ വർക്കിലേക്ക് പോയി. ആരുടെ കൂടെ പോയെന്നും കൂടി പറഞ്ഞു. ഗോപിനാഥ് മുതുകാട് സാറിന്റെ കൂടെ ഒരു 2 മാസം പ്രൊജക്റ്റ് ആയിരുന്നു, ഒരു ഓൾ ഇന്ത്യ യാത്രയായിരുന്നു. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എനിക്ക് നമ്മളിത് പ്ലാൻ ചെയ്യുന്നതിനൊക്കെ ഒരു 3-4 മാസം മുമ്പേ കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് മാറാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ ഭയങ്കര ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയിട്ടാണ്. യാത്രയെല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് ഡിസംബറിൽ. അപ്പോൾ 2 മാസം ശരിക്കും അതാ പറഞ്ഞേ. അല്ല, ഞാൻ വന്നപ്പോഴൊന്നും അല്ലല്ലോ, ഞാൻ ഓൾമോസ്റ്റ് ഇവിടുന്ന് പോയി 1 മാസം കഴിഞ്ഞപ്പോൾ ദോഷി ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. ഈവൻ നമുക്ക് ഇവിടെ നടക്കുന്ന അപ്ഡേറ്റ്സ് എനിക്ക് വാട്സപ്പിൽ കിട്ടുന്നുണ്ട്. ഫോട്ടോസ് നടക്കുന്ന, ഷൂട്ട് നടക്കുന്നതിന്റെ ഫോട്ടോസ് തകൃതി അടിച്ചു. ഞാൻ എനിക്ക് ഫോൺ താഴെ വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ ഹാപ്പിയാണ്. കാരണം
പിന്നെ ഉള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ദോഷി ഓൾമോസ്റ്റ് അപ്പം ശരിക്കും ഫിസിക്കലി ഓക്കെ ആയിട്ടില്ല. അല്ല. ഞാൻ പോയതിൻ്റെ പേരിൽ സർജറി 2 മാസത്തേക്ക് നീട്ടി വെച്ചു. സർജറി ഉണ്ടായിരുന്നു, സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ നീട്ടി വെച്ചിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അംശവടി ആ സമയത്തേക്ക് ജോയിൻ ചെയ്ത് തുടങ്ങി അല്ലേ, ജിഷ്ണു. അതെ, ജിഷ്ണു ഇങ്ങോട്ട് വാ. ഇവിടുത്തെ ജിഷ്ണുടെ കടമോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഫോക്കസൊക്കെ ഓക്കെ ആണോ എന്ന് അറിയില്ല. കാരണം ഇവിടെ ഇപ്പൊ ഞങ്ങള് 3 പേരേ ഉള്ളൂ. ഒന്ന് മോൻ, ഒന്ന് ഞാൻ, പിന്നെ ഈ മോൻ. അവനാകെ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നത് എന്തൊരു ഇടപാടാണല്ലേ പോഡ്കാസ്റ്റിന്റെ ഇടയ്ക്കല്ലേ. ഓക്കെ, ആള് നല്ല മിടുക്കനാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ജെമ്മാണ്. ഭയങ്കര എന്താ, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിടുക്കനാണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. നെടുന്നൂടാണിപ്പോ. ഇപ്പൊ ആൾക്കാർ ജിഷ്ണുവിനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ജിഷ്ണു അല്ലേ പോയി എന്ന് ചോദിക്കും. താങ്ക് യു ജിഷ്ണു ഫോർ യുവർ സർവീസ്. ഓക്കെ. അല്ല, അപ്പോൾ അങ്ങനെ ഒരാളും കൂടെ വന്നപ്പോഴത്തേക്കും ഈവൻ നമുക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഉണ്ടല്ലോ, തന്നെ മാനേജ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, വയ്യല്ലോ എന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു. പക്ഷേ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് വർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് വർക്ക് മാറി മാറി വരുന്നു, പ്രൊഡക്ഷൻ വരുന്നു. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തതെന്ന് പറയുന്നു, ആദ്യം ഫ്ലോർ പറഞ്ഞു, പിന്നെ അത് പ്രൊഡക്ഷനായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് ഞാൻ വരുന്ന സമയമായപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോ നല്ല റണ്ണിങ് സെറ്റായി. ഞാൻ ആ ഒരു സമയത്താണ് എത്തി. നമ്മൾ 6 മാസം നമ്മൾ ചിന്തിച്ചത് വെറും 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിചാരിക്കാത്തൊരു പ്രോഫിറ്റിലേക്ക് നമ്മൾ നമ്മൾ കാരണം നമ്മൾ അന്നും എല്ലാം പറയുന്നില്ല. ഞാൻ എന്നും വിളിക്കും ദോഷിയോട് പറഞ്ഞ് അവസാനിപ്പിക്കുക, ദോഷി കുഴപ്പമില്ല, 6 മാസം പോട്ടെ, നമുക്ക് 6 മാസം ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഓടിക്കാം. അങ്ങനെ അല്ലെ, ഒരു 6 മാസം കണക്കാൻ എപ്പോഴും ദോഷി എപ്പോഴും പറയും മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് വരും പോവാ. അത് എന്നോട് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പരിചയമുണ്ട്. ആ കോൺഫിഡൻസ് ദോഷിക്കുള്ളതുകൊണ്ടാണ് ദോഷിക്ക് അതറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് മാർക്കറ്റ് ചെയ്ത് എങ്ങനെ വർക്ക് വരും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഈവൻ ഈ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മളിവിടെ ഉണ്ടെന്നുള്ളത് എത്ര പേരിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മളൊരാളോട് പറയുന്ന രീതിയും ഒക്കെ ആയിട്ട് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എനിക്കത് ക്ലിയറായി. ഇങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ ദോഷി എൻ്റെ തലയിൽ തന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. കാരണം എന്നെ കൊണ്ട് അത് താങ്ങിയാലെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അല്ല ദോഷിക്ക് അത് ഓൾമോസ്റ്റ് അല്ല ദൈവം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നമ്മളെ രണ്ടുപേരും അങ്ങനെ കണക്ട് ചെയ്തപ്പോഴും ഞാൻ ചിന്തിച്ചത് അതെ ബാബാ, ഇതായത് നമ്മളെ എപ്പോഴും പല റീലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ബിസിനസ് എന്ന് പറയുന്ന സാധനമൊന്നും ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. എനിക്ക് ക്യാമറ ഒരു ഇഷ്ടമാണ്, അത് കൂടെ ഉള്ളപ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണത് അല്ലേ. നമ്മൾ അതിനോടൊരു ജോലി എന്നുള്ളതിനേക്കാൾ അപ്പുറം നമുക്ക് അതിനോടുള്ള ഈവൻ IT ഫീൽഡിൽ വർക്ക് ചെയ്തതിനേക്കാളും ഹാപ്പിയാണ് ഞാനിപ്പോൾ. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്കത് ഹാപ്പി ആയിട്ട് ചെയ്യുന്നെങ്കിൽ നമുക്കത് എത്രത്തോളം എന്താ പറയുക, അതിനകത്ത് നമുക്കതൊരു 100% നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ഇഷ്ടമില്ലാത്തൊരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു സന്തോഷം ഉണ്ടാവില്ല. ഇപ്പൊ എത്ര പേര് നമ്മളുടെ അടുത്ത് പറയുന്നുണ്ടല്ലേ ബോബ, പിന്നെ അതല്ലേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഇങ്ങനെ ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിട്ടോ. അങ്ങനെ എത്ര പേര് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ട് പോകുന്ന ആൾക്കാർ നമ്മളോട് വിളിച്ച് കിട്ടുന്ന എന്താ പറയുക, അവർ പറയുന്ന ഒരു മറുപടിയാണ് നമുക്കിവിടെ കിട്ടുന്ന ബാക്കി എന്തിനേക്കാളും നമുക്ക് അല്ലേ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് എല്ലാവരും പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും നമ്മളോട് വിളിച്ച് പറയുന്നു അത് ഞങ്ങൾ ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട്. ഈവൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ അവരുടെ ബ്രാൻഡിനെ പറ്റി സംസാരിക്കാൻ വരുന്നവര് വരെ അല്ലേ, അവര് വന്നിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കരമായിട്ട് വേർത്തൊഴുകി ഇങ്ങനെ ഇരിക്കും, എന്ത് ചെയ്യണം എന്നറിയാതെ. പക്ഷെ അവര് ഷൂട്ട് കഴിയുമ്പോൾ അവർ പറയുന്നത് എന്താ പറയുന്നത്, ഭയങ്കര ഫാമിലിയിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നൊരു മൂഡായിരുന്നു അല്ലേ. അങ്ങനെ പലരും പറഞ്ഞു. നമ്മളിവിടെ അങ്ങനെ ഒരു ഷൂട്ടിംഗ് ഫ്ലോറിന്റെ അല്ലെങ്കിൽ ഒരു ക്യാമറ ആക്ഷൻ ഡയറക്ടർ അവിടെ ഇവിടെ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ഭയങ്കര പിന്നെ അവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ക്ലയന്റ് ഓർമ്മയുണ്ടോ, പോഡ്കാസ്റ്റിന് നമ്മളുടെ ഒരു എഡ്യൂക്കേഷണൽ ഫേമിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവര് നമ്മളുടെ പോഡ്കാസ്റ്റ് വീഡിയോ എടുത്തിരുന്നു. അവരാദ്യം വന്നപ്പോ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണം അവരിടക്കിടക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുക. അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട് പേടിക്കണ്ട, അതൊക്കെ സെറ്റ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ്. ഇതിനകത്തും അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ട് ഒരു റീല് അല്ലെ 2 റീല് ഷൂട്ട് ചെയ്തിട്ട് പോയ ആൾക്കാർ ഇവിടെ വന്നിട്ട് ആ 2 മണിക്കൂറിൽ 30-35 റീല് വരെ അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അവര് ഭയങ്കര കംഫർട്ടാണ്. ആദ്യം വന്ന സ്റ്റക്ക് എല്ലാം മാറി അവർ വരുമ്പോഴും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ റെഡിയായ അവർ റെഡിയാണ്. അതുപോലെ ഇവര് പറഞ്ഞിട്ട് പോയത് ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ അതാണ് ഒത്തിരി പേര് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു
ഒരു ഭയങ്കര ഒരു ഫാമിലി ഫീലാണെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സൈലൻ്റായിട്ട് വലിയ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ലാതെ യാതൊരു ടെൻഷനും ഇല്ലാതെ അവരുടെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിട്ട് അവർ ഹാപ്പി ആയിട്ട് പോകുന്നു. അത് നമുക്ക് എന്താ പറയുക, അത് അതിനെക്കുറിച്ച് ആൾക്കാർ വിളിച്ച് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ശരിക്കും പോഡ്കാസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾക്ക് മനസ്സിലായി തുടങ്ങി, അവരത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്തു തുടങ്ങുന്ന സമയമാണ്. റീലൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും പോഡ്കാസ്റ്റിലേക്കാണ് മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യുന്നത്. അത് അവരുടെ ബ്രാൻഡിനെ തീർച്ചയായിട്ടും ഗ്രോ ചെയ്യും. അതെ, ബ്രാൻഡിനെ ഗ്രോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുമാണ് അവർ. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും അഫോർഡബിൾ ആയിട്ട് എറണാകുളത്തിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ, വേറൊരു സ്പേസ് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അതിന്റെ ഒരു കാരണങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈവൻ നമ്മൾ രണ്ടുപേരും ഇതിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നമ്മളിതിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു റേറ്റിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അത് നമ്മൾ സ്റ്റാഫിനെ വെച്ചിട്ടില്ല, നമ്മൾ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് അതിനകത്ത് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പല ബിസിനസ് റീലുകളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, രണ്ട് ടാലന്റുകൾ ഒരുമിച്ച് ചേർന്ന് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഗ്രോത്തിലേക്ക് എത്തുന്നു. എന്തോ ദൈവസഹായം. അത് സത്യദോഷി, കാരണം അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം ദോഷിനെ സംബന്ധിച്ച് ദോഷിക്ക് മാർക്കറ്റിങ്ങിൽ അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോനെ മറ്റൊരു എന്താ പറയുക എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ദോഷിയുടെ ആ കഴിവ് വല്ലാണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റി. എന്റെ കഴിവ് മാത്രമല്ല ബോബനാണെങ്കിലും ഇപ്പം വീഡിയോ പ്രൊഡക്ഷൻ നമ്മൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ്, ഇപ്പോൾ ഒരു സ്റ്റുഡിയോയുടെ ഇന്റീരിയർ കാര്യങ്ങൾ അതെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് ബോബൻ തന്നെയാണ്. അതും ബോബന്റെ ഒരു സ്കില്ലാണ്. എൻ്റെ ഒരു സ്കില്ലാണ് മാർക്കറ്റിംഗ്. പിന്നെ പ്രൊഡക്ഷൻ നമ്മൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ വരുമ്പോഴേക്കും ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ മൂന്നാമതൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കത് ചെയ്യാൻ പറ്റി. അതാണ് പലരും നമ്മുടെ അടുത്ത് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ആരെയാണ് മാർക്കറ്റിങ്ങിനെ ഏൽപ്പിച്ചേക്കുന്നത്? എവിടെ നോക്കിയാലും നിങ്ങളുടെ പരസ്യമാണല്ലോ. അല്ലാതെ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ക്ലാബ് ബോർഡ് നമ്മളൊന്ന് എവിടെ സെർച്ച് ചെയ്താലും നമുക്ക് ആദ്യമേ തന്നെ ക്ലാബ് ബോർഡ് കയറി വരുന്നു. ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. അതുപോലെ ബോബ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ്, ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിത് പറയുന്നത്, മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് ആയിട്ട് ഒരു സ്ഥലം പോലും പോയിട്ടില്ല. ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്. എല്ലാ സംഭവങ്ങളും വേണം. അല്ല, ആദ്യം നമ്മുടെ മൈൻഡിൽ നമുക്ക് ഫ്ലോർ മാത്രമായിരുന്നു. പക്ഷെ അതിനകത്ത് നിന്ന് നമ്മൾ പോഡ്കാസ്റ്റ് ഫ്ലോർ എടുത്തു, പോഡ്കാസ്റ്റിലേക്ക് വന്നു. അല്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റുഡിയോ ഫ്ലോർ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം റൂം കാണുമ്പോൾ ആലോചിക്കുന്നുണ്ടോ, നമ്മൾ ആ ഒരു റൂമിൽ നമുക്കൊരു സ്റ്റുഡിയോ സ്പേസ് നമുക്ക് ഫ്ലോറിലേക്ക് പോകാം എന്നുള്ളതാണ്. നമ്മൾ ബാക്കിയുള്ളതിനൊന്നിനും നമ്മൾ സ്പേസ് അധികം ചിന്തിക്കണില്ല. പക്ഷെ അത് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ഥലം, ഒരു വാഷ്റൂം, ഒരു മേക്കപ്പ് റൂം, ഒരു ഫ്ലോറ്, അങ്ങനെ ഒരു രീതിയിലേക്ക് അത് ഡിസൈനായി വന്നു. എങ്ങനെയോ അത് നമ്മൾ ആഗ്രഹിച്ചതിനും ഭംഗിയായിട്ട് വന്നു. അപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരുന്ന ഒരു അടുത്ത ഒരു സെക്ഷനായിരുന്നു നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്ന് റണ്ണിങ് ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ അന്നേരം ചിന്തിക്കുന്ന വർക്കുകളും നമ്മൾ അത്രയും വൈഡായിട്ട് ചിന്തിച്ചില്ല. ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ പതുക്കെയാണ് ചിന്തിക്കുന്നത്, അല്ലേ? ഒരു ബിസിനസ് പോഡ്കാസ്റ്റ് ഇതിലേക്ക് നമ്മൾ, കാരണം എൻക്വയറീസ് നമുക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതലും എൻക്വയറി വരുന്ന പോഡ്കാസ്റ്റിനാണ് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അവിടെ തൊട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജേർണി വേറൊരു ലെവലിലോട്ട് അല്ലേ? അത് ഫുള്ള് മാറി വന്ന ക്ലയൻസിന്റെ ആൾക്കാർ പല രീതിയിൽ ഫിലിം ഫീൽഡിൽ നിന്നുള്ള ഒരു ബിസിനസിന്റെ പറയാതെ പോയത് കേട്ടോ. ഈവൻ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ഒക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ വരുമെന്ന് ഇത് തുടങ്ങിയ സമയത്തൊന്നും ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ്, അല്ലേ? അത് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, നമ്മളൊരു കൊടുക്കുന്ന ക്വാളിറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ലെവലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അവര് വന്നവര് തന്നെ വീണ്ടും അവരെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് അതിലൊരു അവർ റെഫർ ചെയ്യുന്നു. ആ വന്ന ആൾക്കാർ വീണ്ടും അവർ വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു തൃപ്തി ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ വരുന്നത്. അല്ലെങ്കിൽ വീണ്ടും രണ്ടാമതൊരാളെയും കൊണ്ട് ഒരിക്കലും അവർ വരില്ലല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഇത് തൊട്ടാണ് നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിന്റെ വേറൊരു തലത്തിലോട്ട് നമ്മൾ മാറി തുടങ്ങി. ബിസിനസ്, കാരണം പിന്നെ ഏതെല്ലാം തരത്തിൽ നിന്നുള്ള ബിസിനസ്സിൻ്റെ ആൾക്കാർ വന്ന് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ, അതുപോലെ തന്നെ സെൽഫ് ബ്രാൻഡിങ് ആയിട്ട് സ്വന്തമായിട്ട് തന്നെ വന്ന് ഫസ്റ്റ് ടൈമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ, ഇതിനു മുമ്പ് ഒരുപാട് വർഷങ്ങൾ ക്യാമറയ്ക്ക് മുമ്പ് ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും വന്നു. അതെ, യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഇഷ്ടംപോലെ പേര് നമ്മളുടെ സ്റ്റുഡിയോ അന്വേഷിച്ച് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലേ? അതൊക്കെ ഒരു പോഡ്കാസ്റ്റിന്റെ ഫ്ലോർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു പുതിയൊരു അനുഭവമായിരുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ കാതൽ
ദി കോർ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ആകെയുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു മൂവി ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു മൂവി ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, ദൈവം വേറെ ഒന്നായിരിക്കും നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മൈൻഡിൽ മൂവീസിനേക്കാളും കൂടുതൽ മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അവരുടെ ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിൽ. കാരണം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ വന്ന ആളുകൾ നമ്മളുടെ അടുത്ത് പറഞ്ഞ റിവ്യൂ കൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോഴായിരിക്കില്ല എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് കിട്ടും. പിന്നെ ഈ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എനിക്ക് മൂവിയിൽ പോകാൻ പറ്റാതെയായി. ആ സമയത്താണ് നമ്മളുടെ ബിസിനസ് തുടങ്ങുന്നത്. ഇത് വിചാരിക്കാത്തൊരു ലെവലിലേക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ ഫുള്ളി എനിക്ക് എൻ്റെ മൈൻഡിൽ മുഴുവൻ ആളുകളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഇത്രയും ആളുകളെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തത്. ഞാനിപ്പോൾ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഈ പോഡ്കാസ്റ്റിൽ പറയാണ്. പല ബിസിനസ് ഓണേഴ്സും ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് തുടങ്ങി. മാർക്കറ്റ് അടുത്ത മാസം 24-ാം തീയതി, അടുത്ത മാസം നവംബർ 22-ാം തീയതി ആദ്യമായിട്ട് ഒരു ലൈവ് വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അതും താങ്ക് യു, പോവനുണ്ടാവും അവിടെ. അതെ, നവംബർ 22-ാം തീയതി നമ്മളുടെ ഹോട്ടൽ കോർലൈലയിൽ വെച്ചിട്ടാണ് അത് എടുക്കാൻ. കാരണം നമ്മളുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ ഉടനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്കെല്ലാം ക്യാമറയുടെ സിറ്റിങ്സിനെ പറ്റിയും ലൈറ്റിങ്ങിനെ പറ്റിയൊക്കെ ഒന്ന് കൂടുതൽ അറിയണം എന്ന് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ പങ്കെടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്ന പോലെ കോഴ്സ് ബിൽഡ് ചെയ്ത സമയത്ത് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, വീഡിയോ മാർക്കറ്റിംഗ് എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ കോഴ്സിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആളുകളുടെ പെയിൻ പോയിന്റ്സ് എടുത്തിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രൊഡക്ഷനും എല്ലാവർക്കും ഞാനിപ്പോൾ ദോഷി പ്രിപ്പയർ ആകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. അത് എന്താ പറയുക, ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്ത ഒരാൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും ആ ക്ലാസ്. കാരണം അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് നമ്മളത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അത്ര സിമ്പിളായിട്ടാണ്. അത് മാത്രമല്ല ബോബ, ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ എല്ലാവർക്കും പറ്റും അല്ലേ? ഒരു വീഡിയോ ചെയ്ത് മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മളുടെ സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടാണ് നമ്മൾ ആ കോഴ്സ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പം ജസ്റ്റ് ആളുകൾ കണ്ടന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഒന്ന് വന്ന് പ്രസന്റ് ചെയ്യാൻ വന്നാൽ മതി. ബാക്കി ടെക്നിക്കൽ ജർഗനെ പറ്റി ഒന്നും അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ജസ്റ്റ് കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ട് വരിക, ഷൂട്ട് ചെയ്യുക, പോവുക. ടെലിപ്രോമിറ്റർ വരെ വെച്ചിട്ട് അതെ, ടെലിപ്രോംപ്റ്റർ എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട് ഇപ്പോഴും അല്ലേ? നമുക്കൊരു സ്ക്രിപ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നോക്കി വായിക്കാം. ക്യാമറയിൽ നോക്കി വായിക്കുന്ന പോലെ തന്നെ, അതായത് ക്യാമറയിൽ നിന്ന് ലുക്ക് മാറാതെ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്ന പോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഈ പറയുന്ന പോലെ കാണാതെ പഠിച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ വരാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. സ്വന്തമായിട്ട് ബിസിനസ് അങ്ങനെയുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാനും അവരെ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാനും ഉള്ള ഒരു എയിം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഗോൾ വെച്ചിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ഞാൻ ബിൽഡ് ചെയ്യുന്നത്, ഈ കോഴ്സ് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മളുടെ ഈ സ്റ്റുഡിയോയും അതുപോലെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്യേണ്ടവർക്ക് ഏത് സമയത്തും അല്ലെ, 24/7 എന്നാണ് നമ്മൾ ടൈം ഇട്ടിരിക്കുന്നത് അല്ലേ? അതെ. പിന്നെ ഈ പറയുന്ന പോലെ സ്റ്റുഡിയോ 24/7 അവൈലബിൾ ആണ്. സ്ലോട്ട് നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഇപ്പം കോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി മീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീക്ക്ലി ഇവരുടെ വീഡിയോസ് അനലൈസ് ചെയ്ത് ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ എല്ലാവർക്കും, പിന്നെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്റ്റുഡിയോ എറണാകുളത്തുള്ള പോലെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് വേറെ സ്റ്റുഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് എറണാകുളത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിലില്ല. ഞാനും നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും സാലറി എടുക്കാതെയാണ്. അതുകൊണ്ടാണ് ദോഷം. ഒരിക്കലും ഞാൻ പറയണത് നമ്മളിപ്പം ഒരു 2-3 സ്റ്റാഫിനെ വെച്ച് നമുക്ക് ഇത് ഓടിക്കാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ റേറ്റ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈവൻ നമ്മൾ അതിനകത്ത് ഹാപ്പിനെസ് കാണുന്നതുകൊണ്ട് നമ്മൾ തന്നെ അതില് നമ്മൾ ജോലി ചെയ്യുന്ന ഫീലിംഗ് അല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അതിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം കൂടുതൽ ആളുകളെ വളരെ കുറഞ്ഞ റേറ്റില് എങ്ങനെ അവരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാം, അവരെ ഒരു ഗ്രോത്തിൽ എത്തിക്കാം എന്നുള്ള എല്ലാ സാഹചര്യങ്ങളും സ്റ്റുഡിയോയും ഒരുക്കി കോഴ്സും റെഡിയാക്കിയിട്ടാണ്
നമ്മളിപ്പോൾ ഈ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളുടെ ജീവിതം വീഡിയോ വഴി ട്രാൻസ്ഫോം ചെയ്യാൻ നമുക്ക് പറ്റും അല്ലേ? അതെ, മുമ്പോട്ടുള്ള എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവരവരുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ അവരവരുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഈ വീഡിയോ ആയിരിക്കും. പണ്ടൊക്കെയാണ് ഈ പോസ്റ്ററും ഈ ഒരു സമയത്ത് ഇനി ഇതിൻ്റെ ഒരു കാലം ഇന്ന് എത്ര നാളത്തേക്ക് നമുക്കറിയാം. എന്തായാലും ഇനി ഒരു ലോങ് ജേർണി എന്തായാലും കുറേ നാളത്തേക്ക് നമുക്ക് ഇത് തന്നെയായിരിക്കും. 80% ആളുകളും ഇന്ന് മൊബൈൽ കൺസ്യൂം ചെയ്യുന്നവരാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് പണ്ട് നമ്മൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. പക്ഷെ അതിനേക്കാളും ഇപ്പോൾ നമ്മൾ ഒരു റീൽ ഇട്ടാൽ അത് ഷെയർ ചെയ്ത് പോകുന്നത് ആയിരക്കണക്കിന് ആൾക്കാരിലേക്കാണ്. പത്രം വായനയില്ല, TV ഇതെല്ലാം പോയി, മൊബൈൽ അതെ ആ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാറി. അതെ, അതാണ് ആ വീഡിയോ ഇത്രയും പവർഫുൾ ആവാനും കാരണം. അപ്പം ഈവൻ വലിയ വൻകിട ബ്രാൻഡുകൾ പോലും ഇതുപോലുള്ള റീലുകളിലും ആ വഴിയാണ് ഇപ്പം അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം തന്നെ അറിയാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഇരുന്ന് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കി അത് ചെയ്തു തുടങ്ങി. അത് മറ്റുള്ളവരെ അറിയട്ടെ, അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളുടെ കോഴ്സിൽ ഞാൻ പറഞ്ഞ പോലെ വീക്ക്ലി മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് എന്തെങ്കിലും സംശയം വീഡിയോ റിലേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഫോണിലൊക്കെ വെച്ച് എടുത്താലും മതി. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് വളരെ മിനിമലായിട്ട് അവരുടെ ക്യാമറ ഫിയർ എങ്ങനെ മാറ്റാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മളുടെ കോഴ്സും ബിൽഡ് ചെയ്തിരിക്കുന്നത്. AI ടൂൾസിൻ്റെ കുറച്ച് കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് അവരുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഒരു സ്റ്റോറി നമ്മളിപ്പോൾ ഷോർട്ടായിട്ട് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്, പക്ഷേ ബിസിനസ്സിനേക്കാൾ ഉപരി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിഷനിലാണ് നമ്മൾ രണ്ടുപേരും. ബോബനാണെങ്കിലും രാത്രിയും പകലും ഇരുന്ന സ്റ്റുഡിയോയുടെ വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിലും ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യുക, അവരൊരു ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ കോഴ്സ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ ചെയ്ത് ആൾക്കാരുടെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വർഷം ആകുമ്പോഴേക്കും ഒരുപാട് ആളുകളുടെ റിവ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റട്ടെ. ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട്, ഈ സ്റ്റുഡിയോയിൽ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായെന്ന് കേൾക്കണം. നമ്മളുടെ സ്റ്റോറി മറ്റൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾക്ക് നമ്മളെ കൂടുതൽ അറിയാനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുത്തത് അല്ലേ? അവർക്കും ചിലപ്പോൾ ഒരു പ്രചോദനം. ഈവൻ ഞങ്ങൾ തുടങ്ങിയപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും. അതെ, ഇപ്പം നമ്മുടെ സ്റ്റോറി കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും, ശരി എന്നാൽ ഇവരുടെ അടുത്തൊന്ന് പോയി ഒന്ന് ഷൂട്ട് ചെയ്യാം, ഇവർ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ ബ്രാൻഡിനെ അവരുടെ സ്റ്റോറി പറയുമ്പോൾ ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രൊഡക്റ്റ് കൊള്ളാലോ, ഇത് ഞാൻ അന്വേഷിച്ച് നടന്നൊരു സാധനമാണ്. ഇപ്പം ചിലപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല, ഈ സ്റ്റുഡിയോ വേണം എന്ന് ആഗ്രഹിക്കുന്നവരിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ പോഡ്കാസ്റ്റ് അതിനെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. എത്താനുണ്ട് അല്ലേ? ഈ കേരളത്തിൽ എത്രയോ ജനങ്ങളുണ്ട്, അവരുടെ അടുത്തേക്കൊക്കെ നമുക്ക് എത്താനുണ്ട്. അതുപോലെ ഈ ബ്രാൻഡുകളൊക്കെ അവരുടെ സ്റ്റോറി പറയുമ്പോൾ ആ ബ്രാൻഡിനെ ആളുകൾക്ക് കൂടുതൽ അറിയാനുള്ള ഒരു അവസരമാണ് കൊടുക്കുന്നത്. പിന്നെ അല്ലേ, അങ്ങനെ ഒരാളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണ് ആ ബ്രാൻഡ് സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവരുടെ ബ്രാൻഡ് ആണെന്ന് പോലും അറിയുന്നത് ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് വഴി, പോഡ്കാസ്റ്റ് വഴിയൊക്കെയാണ് ആൾക്കാർ അറിയുന്നത്. ഇവൻ നമ്മൾ തന്നെ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് ഇവര് ചെയ്തുകൊണ്ടിരുന്നതാണോ ഇത് എന്ന് നമ്മൾ പോലും അറിയണത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അവരുടെ ബ്രാൻഡിന്റെ സ്റ്റോറി അവര് പോഡ്കാസ്റ്റ് വഴിയൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ആളുകൾ മനസ്സിലാക്കുകയും അവരുമായിട്ടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ആ ബ്രാൻഡിനൊരു അതോറിറ്റി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ബ്രാൻഡ്സും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, വീഡിയോസ് ചെയ്ത് തന്നെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതിനുള്ള എല്ലാ സപ്പോർട്ടിനും നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്ഷൻസ് എല്ലാം നടക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെയാണ്. നമ്മുടെ ബ്രാൻഡിങ്ങിന്റെ ആക്ടിവിറ്റിയും കോഴ്സിന്റെ ആക്ടിവിറ്റി ഒക്കെയാണ് DMF നടക്കുന്നത്. ഏതിൽ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം, ആളുകൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ബോബ, അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കറിയില്ല. അപ്പൊ എന്തായാലും നമ്മളുടെ ഒരു സ്റ്റോറി പറയാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ DMFന്റെ അടുത്തൊരു പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് പിന്നെ കാണാം. എല്ലാവർക്കും ബോറടിച്ചോന്ന് അറിയില്ല, പക്ഷെ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അപ്പൊ ബോബ, താങ്ക് യു സോ മച്ച്. നമ്മളുടെ സ്റ്റോറി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ബോബൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു, എന്നാലും നമുക്ക് പറയുന്നതിൽ ഒത്തിരി സന്തോഷം. കാരണം ഇങ്ങനെയൊരു നമ്മുടെ ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയൊരു അച്ചീവ്മെൻറ്റിനെ കുറിച്ച്
കുറച്ച് നമുക്ക് തന്നെ അങ്ങോട്ടിരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നല്ല എന്താ പറയുക, ശരിക്കും വളരെ ക്ലോസ് ആണ്. നമ്മൾ തമ്മിലൊരു പോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ബ്രാൻഡ് ഉണ്ടായത് എങ്ങനെയാണ്, നമ്മളുടെ ബേബിയാണിത്. നമ്മളുടെ ബേബീനെ നമ്മൾ വളർത്തി കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന് ലോകം മുഴുവൻ അറിയണം അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എന്താ വിലയേറിയ കമൻസ് വായിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഹാപ്പി ആവുക. അപ്പോൾ എല്ലാവരുടെയും കമൻസ് താഴെ അറിയിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയോ, വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ, നമ്മളുടെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. വേറെ എന്തെങ്കിലും റിലേറ്റഡ് പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇടുക. അറിയാവുന്ന പോലെ പറ്റുന്ന പോലെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്.